പ്രിയപ്പെട്ടവരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതട്ടെ. ഒരു ചെറിയ ചിന്തയുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ കടന്നു വരുന്നു. നിങ്ങളുടെ വിലയേറിയ സമയം ദയവായി ഇതിനുവേണ്ടി ഒന്ന് ചിലവഴിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമ്മളെല്ലാവരും വളരെ തിരക്കിലാണ് ഇന്നത്തെ കാലത്ത്. എന്തിനൊക്കെയോ ഉള്ള നെട്ടോട്ടത്തിലാണ്, എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മളുടെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് ഒഴുകി പോകുന്നത് നമ്മൾ അറിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ അത് കുറച്ച് എൻ്റെ മനസ്സിനെ അലട്ടുന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ദയവ് ചെയ്ത് കാണാൻ ശ്രമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ചിലപ്പോൾ കുറച്ച് ലെന്തി ആയിരിക്കാം, പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഭാഗങ്ങളായിരിക്കാം. പക്ഷേ ഞാൻ ബൈബിള് പഠിച്ചിട്ടോ ദൈവശാസ്ത്രത്തെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞിട്ടോ അല്ല, നമ്മുടെ ജീവിതവുമായിട്ട് നമ്മളെ സ്പർശിക്കുന്ന ചില ചിന്തകളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. പല പ്രാവശ്യം ഞാൻ കടന്നു പോയിട്ടുള്ള ഭാഗമാണ് എങ്കിൽ തന്നെയും എനിക്ക് കുറച്ച് ദിവസമായിട്ട് അതിങ്ങനെ മനസ്സിനെ അലട്ടുന്ന ഒരു ചിന്തയായിട്ട് കടന്നു വന്നു. ഇതിനു മുമ്പൊന്നും അങ്ങനത്തെ ഈ ഭാഗത്തെ ഓർത്ത് അങ്ങനെ ചിന്ത എനിക്ക് വന്നിട്ടില്ല. പക്ഷേ എന്തോ ഇതിൽ നമ്മളോടെന്തോ സംസാരിക്കാനുള്ളതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അത് ഇതാണ്: യേശുവിനെ കുരിശിൽ തറയ്ക്കാനായിട്ട് പടയാളികൾ കൊണ്ടുപോകുവാണ്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിലാണ്, 27-ാം വാക്യം ഓൺവേഴ്സ്. അപ്പോൾ യേശുവിനെ കുരിശിൽ തറയ്ക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ആബാലവൃത്തം ജനങ്ങൾ, പുരുഷന്മാരും സ്ത്രീകളും അടങ്ങിയ ഒത്തിരി ജനങ്ങൾ യേശുവിനെ പിന്തുടരുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് യേശുവിനെ പിന്തുടരുകയാണ്. അതിൽ സ്ത്രീ ജനങ്ങളുമുണ്ട്. അപ്പോൾ സ്ത്രീ ജനങ്ങളെ നോക്കി യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും എന്നും. ഈ ദിവസങ്ങൾ യേശു മുൻകൂട്ടി കണ്ടു എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഇത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക്, ഈ 2025, 24, 25, 26 ഇനിയുള്ള കാലഘട്ടങ്ങളിലേക്ക് യേശു മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളോട് പറയുന്ന ഒരു വചനമാണിത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് കരഞ്ഞ് നിലവിളിക്കുക, എന്നെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ടെന്നാണ് യേശു പറയുന്നത്. വളരെ നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു വചനമാണിത്, അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭവനം വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പലരും പല വിധത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ്, നമ്മൾ അറിയാതെ തന്നെ, അല്ലേ? അപ്പം ചില കാര്യങ്ങൾ മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കുമ്പോൾ മക്കൾക്ക് അത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ഉപദേശം അവരുടെ സിലബസിലില്ല, അവർക്കത് ഇഷ്ടമേ അല്ല. ഇപ്പം അവർക്ക് ആത്മീയ കാര്യങ്ങളിൽ അവർക്ക് ഇൻട്രസ്റ്റ് കുറവാണ്. അവർക്ക് ഉപദേശം കൊടുക്കുന്നതിന് അവർക്ക് താല്പര്യമില്ല. അവരാഗ്രഹിക്കുന്ന കാര്യം അവരുടെ ഇഷ്ടത്തിന് അവർക്ക് കിട്ടിയില്ല എങ്കിൽ അവർ എന്തും ചെയ്യാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലേ? നമ്മൾ തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന രീതിയിൽ നമ്മൾ വളരെ സ്നേഹത്തോടും വളരെ വാത്സല്യത്തോടും കൂടി അവരെ വളർത്തി വലുതാക്കി അവർ ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളിൽ നിന്ന് എല്ലാം അകന്നു പോകുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളേവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാരണം അവർക്ക് ഇതിലൊന്നും ഒരു താല്പര്യവും ഇല്ല. അവർക്ക് പരസ്പരം ഉള്ള ബന്ധങ്ങളിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. ബന്ധങ്ങളേ അവർക്കില്ല. സ്നേഹമോ കരുണയോ ദയയോ ഒന്നും കുഞ്ഞുങ്ങളിൽ ഇന്ന് കാണാനേ ഇല്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ അടിക്കുക, മാതാപിതാക്കളെ ഉപദ്രവിക്കുക ഒക്കെ. ഇതിനെല്ലാം പിന്നിൽ എന്തൊക്കെയോ മറിഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾക്ക് തോന്നാറുണ്ട്. എന്നാൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ കാണുന്ന വാർത്തകൾ വളരെ വേദനിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതിനെല്ലാം ഇത് ഇങ്ങനത്തെ വാർത്തകളൊക്കെ കാണുമ്പോൾ പല മാതാപിതാക്കളും, ഈവൻ ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഉള്ള മക്കൾ ആണെങ്കിൽ ഉണ്ടാകാതിരിക്കുന്ന നല്ലത്. കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ മാതാപിതാക്കളുണ്ട്, അവർക്ക് ഇതിനെ ഓർത്ത് വിഷമിക്കണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച കാലഘട്ടങ്ങളുണ്ട്, അല്ലേ? പറഞ്ഞ ആൾക്കാരുണ്ട്. കാരണം അതാണ് നമ്മളിത് കണ്ടുവരുന്നത്. അപ്പോൾ ഈ വേദപുസ്തകത്തിൽ ഇതിനൊരു സൊല്യൂഷൻ കൂടി നമ്മളെ യേശു കാണിച്ചു തരുന്നുണ്ടേ. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യത്തിൽ അവിടെ പിശാച് ബാധിച്ച ഒരു ബാലനെ
ഒരു പിതാവ് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. യേശുവിൻ്റെ അടുത്തേക്ക് ഒരു പിതാവ് ഒരു പിശാച് ബാധിച്ച ബാലനെ കൊണ്ടുവന്നിട്ട് യേശുവിനോട് പറയുകയാണ്, ഇവനെ മൂകമായ ഒരു ആത്മാവ് പിടിച്ചിട്ടുണ്ട്. അവനെ പലപ്പോഴും അത് പിടിക്കും. എപ്പോഴവനെ മറിച്ചിടുന്നു, എപ്പോഴാണ് ആ ആത്മാവ് അവന് കൂടുന്നതെന്ന് പോലും നമുക്കറിയാൻ പാടില്ല. അതിനെ ബഹിഷ്കരിക്കാൻ ഞാൻ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവരെ കൊണ്ട് സാധ്യമായില്ല. പലപ്പോഴും അവനെ ഈ ബാധ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവനെ തീക്കകത്ത് തള്ളിയിടും, വെള്ളത്തിൽ തള്ളിയിടും. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഏതാണ്? അവർ എന്തെങ്കിലും അടിമയായി കഴിഞ്ഞാൽ പിന്നെ അവരെന്താ ചെയ്തു കൂട്ടുന്നതെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ കൂടെ ഇന്നത്തെ മക്കൾ കടന്നു പോകുന്നു അല്ലേ? മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ തീക്കകത്താണോ പോകുന്നത്, വെള്ളത്തിലാണോ പോകുന്നത്, മാതാപിതാക്കളെയാണോ ഉപദ്രവിക്കുന്നത്, സഹോദരങ്ങളെയാണോ കൂട്ടുകാരെയാണോ തലതല്ലി പൊട്ടിക്കുന്നതിനൊന്നും അവർക്ക് മടിയില്ല. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ യേശുവിനോട് ആ പിതാവ് ചോദിക്കുകയാണ്, ഞാൻ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞു സുഖപ്പെടുത്താവോ എന്ന്. ശിഷ്യന്മാർക്ക് ഇതിനെക്കൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ യേശുവിനോട് പറയുകയാണ്, നിനക്കെങ്കിലും കഴിയുമെങ്കിൽ എന്നോട് കരുണ തോന്നി എന്നെ ഒന്ന് സഹായിക്കണോ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് സുഖപ്പെടുത്തണമെന്ന് ആ പിതാവ് യേശുവിനോട് പറയുക. അപ്പോൾ യേശു പറയുന്ന കാര്യമാണ്, കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്നാണ് യേശു പറയുന്നത്. നമുക്കുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥനയും എല്ലാം ഉണ്ട്, പള്ളിയിൽ പോകും, വേദപുസ്തകം എല്ലാം ഉണ്ട്. പക്ഷേ വിശ്വാസം ഈ പറയുന്ന മാതിരി അത്രയ്ക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കില്ല കേട്ടോ. കാരണം വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളിപ്പം നമ്മുടെ കുഞ്ഞ് എങ്ങോട്ടെങ്കിലും പോയാൽ, അല്ലെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിത പങ്കാളി എങ്ങോട്ടെങ്കിലും പോയാൽ 10 പ്രാവശ്യം ഫോൺ വിളിക്കും അല്ലേ? ദൈവം അവനെ കാത്തുകൊള്ളും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പേടിക്കുമോ? നമ്മളെ പഠിപ്പിക്കാൻ വിട്ടാൽ ദൈവം കാത്തുകൊള്ളും എന്നൊരു ഉറച്ച വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് നശിച്ചു പോകുമോ? ദൈവം കാത്തുകൊള്ളും എന്നുള്ള അത്രയും തളർച്ച ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. അപ്പോൾ യേശു പറയുകയാണ്, എനിക്ക് അത് സാധിക്കും, വിശ്വസിച്ചാൽ എല്ലാ കാര്യവും സാധിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ എന്ന് യേശുവിനോട് ആ പിതാവ് പറഞ്ഞു. അപ്പോൾ യേശു അവനെ കൈക്ക് പിടിച്ചുയർത്തി അവന് സൗഖ്യം കൊടുത്തു. അവനെ ആ ബാധയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ശിഷ്യന്മാർ വീട്ടിൽ ചെന്നപ്പോൾ യേശുവിനോട് ചോദിച്ചു, ഇങ്ങനത്തെ ഈ സംഭവം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് സാധിക്കാത്തതെന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു. അപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾ എൻ്റെ കൂടെ നടന്നിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ലേ? ഇത്രയും വിശ്വാസമില്ലാത്തവരാണോ നിങ്ങൾ? ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ വർഗം മീൻസ് പിശാച് ബാധിച്ച, അല്ലെങ്കിൽ ദൈവത്തെ നിഷേധിച്ചോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാതെ നടക്കുന്ന കുഞ്ഞുങ്ങളോ, അല്ലെ വഴിതെറ്റി പോകുന്ന കുഞ്ഞുങ്ങളോ ഒക്കെ പോയെങ്കിൽ ഇതിനൊറ്റ ഒരു സൊല്യൂഷനേ ഉള്ളൂ. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. പ്രാർത്ഥനയാണ് ഒറ്റൊരു സൊല്യൂഷൻ. നമ്മുടെ മക്കളെ കുഴിയിൽ വീഴാതെ, കാലിടറി വീഴാതെ നമുക്ക് കാത്തു പരിപാലിക്കാനായിട്ട് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, പ്രാർത്ഥന. അപ്പോൾ നമുക്ക് തിരക്കേറിയ ജീവിതമാണ്, ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കുറച്ച് സമയം, അല്പസമയം നമുക്ക് ചിലവഴിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അവർ നല്ല മിടുക്കരാണ്, അവർ പഠിക്കാനൊന്നും പോയാൽ അവർ വഴിതെറ്റി പോകത്തില്ല, കാരണം നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ വിശ്വസിച്ചൊക്കെ ജീവിക്കുക എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മളെപ്പോലെ തന്നെയാണ് ഒത്തിരിയേറെ നമ്മുടെ സഹോദര മക്കൾ, നിലവിളിക്കുന്ന മാതാപിതാക്കളുണ്ട്. നമ്മുടെ മക്കളിൽ നിന്ന് ഇന്നിപ്പോൾ നമ്മുടെ ഭവനത്തിലാണ്, നാളെ അവർ വെളിയിലേക്ക് പോയി കഴിയുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരവസരത്തിൽ ദൈവത്തോട് നമ്മൾ നിലവിളിച്ച് കണ്ണീരോടുകൂടി ദൈവസന്നിധിയിൽ യാചിച്ച്, കരുണയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് സാധിക്കണം. പ്രത്യേകിച്ച് അമ്മമാർക്ക്. പിതാക്കന്മാരും ചെയ്യണമാണ്, പക്ഷേ അമ്മമാരാണല്ലോ കൂടുതൽ മക്കൾക്ക് വേണ്ടി നിലവിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഉപവാസമൊക്കെ എടുത്ത് മക്കൾക്ക് വേണ്ടി നിലവിളിക്കുവാനായിട്ട് മാതാപിതാക്കളായ നമ്മൾക്ക് സാധിക്കണം. നമ്മുടെ കുറവുകളും ഒക്കെ പരിഗണിച്ച് ദൈവം തമ്പുരാൻ നമ്മുടെ മക്കളെ കാത്തു പരിപാലിക്കാനായിട്ട് പോകുന്ന വഴിയിൽ ഈ പാഞ്ഞെടുക്കുന്ന സിംഹത്തെ പോലെ, അല്ലെങ്കിൽ പതുങ്ങിയിരിക്കുന്ന കുറുക്കനെ പോലെ ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ തട്ടി റാഞ്ചിക്കൊണ്ട് പോകാൻ കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിയിൽ അവരെ റാഞ്ചാതിരിക്കാനായിട്ട് നമുക്ക് മനസ്സ് തുറന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു.